ചേടാ, ഒരു ആശുപത്രിയുടെ ഒരത്തിനെ പോലും കാണുന്നില്ലല്ലോ, വലയിലൊന്നും വീഴുന്നില്ലല്ലോ. നമസ്കാരം. നമസ്കാരം. മോയത് കാര്യം ചെയ്യും, നമ്മുടെ ആന്റി അവിടെ ഇപ്പുണ്ടല്ലോ, ആന്റിയുടെ അടുത്ത് പോയി നിന്നോണം കേട്ടാ. ആന്റിക്കൊരു കൂട്ടായിട്ട് നിന്നോണം. ആ ശരി പോ. നമസ്കാരം. പേരെന്തുവാ? എന്റെ പൊന്നു സാറേ, കനകൻ പറഞ്ഞതാ. ഓ കനകൻ. അതെ അതെ. തന്റെ ഇപ്പൊ അങ്ങോട്ട് പോയ മോനാണോ ആ പൂച്ചട്ടിലെ ചെടിയൊക്കെ പറിച്ച് കളയുന്നത്? എവിടെ 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 എവിടെ? ആ പൂച്ചട്ടിയുടെ ചെടിയൊക്കെ പറിച്ച് കളയുന്നത് എന്റെ പൊന്നു സാർ, അതെന്റെ മോനല്ല, അതെന്റെ ചിറ്റപ്പന്റെ മോനാ. ചിറ്റപ്പന്റെ മോനാണല്ലേ? എന്റെ മോൻ ഇല്ലായിരുന്നു, ഡോക്ടറെ കാറിന്റെ വീലിന്റെ കാറ്റ് വിടുന്നുണ്ട്. അതാണ് എന്റെ മോൻ. കുടുംബപരമായിട്ട് നല്ല ഇതല്ലയോ? അനുസരണയോടെ വളർത്തുന്നേ ഞാൻ. അതെ അതെ അതെ. അല്ല, അപ്പൊ താൻ ഇങ്ങോട്ട് വരാനുള്ള കാര്യം എന്താണ്? എന്റെ പൊന്നു ഡോക്ടറെ, ഞാൻ ഡോക്ടറെ കാണാൻ എപ്പോഴും ഇങ്ങോട്ട് വരുന്നത്. എപ്പോഴും തന്നെ ഇവിടെ കാണാറുണ്ടോ? അതുകൊണ്ടാ പറഞ്ഞത്. എപ്പോഴും ഞാൻ കാണാൻ വരുന്നതാണല്ലോ. ഞാൻ മാത്രമേ വരാറുള്ളൂ, അതുകൊണ്ടാ പറഞ്ഞത്. അല്ല, ഇങ്ങോട്ട് വരാനുള്ള കാര്യം എന്താണ്? ഇതിനെ പോലെ ഡോക്ടറെ കാണാൻ വന്നത്. ഡോക്ടറെ കാണാൻ വന്നത്? അല്ല, എന്നെ തന്നെ കാണാൻ പറഞ്ഞ കാര്യം എന്തുവാ? അയ്യോ, ഡോക്ടറെ സ്ഥിരമായിട്ട് കാണാൻ ജീവിക്കാമല്ലോ. എനിക്ക് ജീവിക്കണമല്ലയോ? അതെ. അപ്പൊ ഞാൻ ഈ എഴുതി തരുന്ന മരുന്നുകളൊക്കെ താൻ ആ മെഡിക്കൽ സ്റ്റോറിൽ തന്നെ പോയി മേടിക്കാറുണ്ടോ? ഡോക്ടർ പറഞ്ഞ ആ മെഡിക്കൽ സ്റ്റോറിൽ തന്നെ ഞാൻ കഴിക്കുന്നത്. മെഡിക്കൽ സ്റ്റോറിൽ തന്നെ മേടിക്കും? അതെ അതെ. എന്താ? അവർക്കും ജീവിക്കണമല്ലോ. അങ്ങനെ. അപ്പൊ ഞാൻ ഈ എഴുതി തരുന്ന മരുന്നുകളൊക്കെ താൻ അതേപോലെ മേടിച്ച് കൃത്യമായി കഴിക്കാറുണ്ടോ? അത് മുഴുവൻ ഞാൻ കളയും. അല്ല, കളയുന്നത് എനിക്കും ജീവിക്കണമല്ലോ. താൻ കൂടാരം കൊണ്ടുവന്നിട്ടില്ലയോ? ഈ കൂടെ കൊണ്ടുവന്നില്ലെന്നോ? ആരെയാ? എന്റെ പൊന്നു ഡോക്ടറെ, എന്റെ ആന്റി വന്നിട്ടുണ്ട് എന്റെ കൂടെ. ആരാ ആന്റി? ആന്റി അറിയത്തില്ലയോ? ഇല്ല. എന്റെ ആന്റി അറിയാത്തവരാരാ? ആരാ ആന്റി? റിയാലിറ്റി ഷോയിൽ പ്രസ്ഥാനമല്ലേ എന്റെ ദീദി. ഓ ദീദി. ദീദിയെ കുറിച്ച് ഒത്തിരി പറയാനുണ്ട് ഡോക്ടറെ. എന്തോ? ആ റിയാലിറ്റി ഷോ കഴിഞ്ഞ ശേഷം എന്റെ ആന്റിക്ക് എപ്പോഴും കരച്ചില്ല. എപ്പോഴും കരച്ചിലാണോ? തൊടുതന്നെ പിടിക്കുന്ന എല്ലാം കരച്ചിലാണ്. ഓ, അതിനകത്തും സ്ഥിരം കരച്ചിലാണല്ലോ. ആവശ്യമില്ലാതെ ഇംഗ്ലീഷ് വിദ്യയൊക്കെ പറഞ്ഞോണ്ടിരിക്കും. ആണോ? എന്റെ ആന്റി ഇപ്പൊ വരും. എന്നാ ദീദിയെ പെട്ടെന്ന് വിളിക്കേ. ദീദി. நான் பாட்டு பாடும்போது எனக்கு அழுது வருது. அழுக்கல்ல, அழுது போகணும், எனக்கு கரைஞ்சு போகணும். நான் பாட்டு ஏது பாட்டு பாடும் இந்த ரியாலிட்டி ஷோயில எல்லாம் பங்கெடுத்துட்டு இப்ப எந்த பாட்டு பாடியாலும் அது அழுது போடுறேன். ரியாலிட்டி ஷோ பங்கெடுத்து എന്ത് പാട്ട് പാടിയാലും കരച്ചിൽ വരുന്നു. ആമാങ്കോ. അതുപോലെ ചുണ്ടങ്ങോട്ട് വലുതായിട്ട് ഓടുന്നുണ്ടല്ലോ. ചുണ്ട് കോണുന്നുണ്ട്, അതെല്ലാം പ്രശ്നമാണ്. പിന്നെ അതുപോലെ ഈ പാട്ട് പാടുമ്പോൾ കോണി പോന്നു. അതുപോലെ തന്നെ പാട്ട് സംഗതിയൊന്നും വരുന്നില്ല. ഇല്ല. നല്ലൊരു മരുന്നുണ്ട്, പിടിച്ചോ, സംഗതി പെട്ടെന്ന് വരും. അയ്യോ, ഇത് വയറിളക്കത്തിനുള്ള ഗുളിയല്ലേ, അതൊക്കെ വരുന്നുണ്ട്. അതല്ല, സംഗതി പാട്ടിലുള്ള സംഗതി വരുന്നു. ആമാങ്കോ. ആമാങ്കോ. നിസ്സാരമായ കാര്യമല്ലോ ഡോക്ടർ, ഇത് എങ്ങനെയെങ്കിലും മാറ്റി കൊടുക്കണം. ദീദി, ഞാൻ പറഞ്ഞില്ലേ ദീദിക്ക് കരച്ചിൽ വരുന്ന മറ്റൊന്നും കൊണ്ടല്ലോ. പിന്നെ ഇവര് സംഗീതപരമായിട്ടല്ലേ മുന്നേറുന്നത്. നിങ്ങൾ മ്യൂസിക് തെറാപ്പി ചെയ്യുന്നു പറഞ്ഞല്ലോ. അത് എന്ത് തെറാപ്പി ഞാൻ ചെയ്യുമല്ലോ. ആമാങ്കോ. ഞാൻ ആ പാട്ട് പാടുമ്പോ ഇപ്പൊ നല്ലൊരു പാട്ട്, ബാബേ മഹനേ തിരുനാവിൽ മഹനേ അഴുതിട്ടേ പോறாங்க. ആമാങ്കോ. അതല്ല, വേറെ ഏത് പാട്ട് പാടിയാലും എനിക്ക് അഴുത് വരുത്. രംബംബം ആരംഭം അബംബംബം പേരിംബം രംബംബം. Come on everybody. രംബംബം ആരംഭം അബംബംബം. ഞാൻ പറഞ്ഞു, ഇതാണ് അസുഖം, എന്ത് പറഞ്ഞാലും കരയും. ഇത് അതുകൊണ്ട് നല്ലെന്ന്. ഇതും കരച്ചിൽ വരുന്ന പാട്ടല്ലയോ? നല്ല ത്രില്ലിംഗ് ഉള്ള പഞ്ചിങ് ഉള്ള അടിപൊളി ഒരു പാട്ട് പഠിക്കേ, കരച്ചിലുണ്ടാകത്തില്ല. Rumba hey 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 hey. Come on everybody. Samba hey 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 hey. Rumba hey hey hey. ഞാൻ പറഞ്ഞില്ലേ, എന്ത് പാട്ട് പാടിയാലും കരയും. എന്റെ പാട്ട് പാടിയാൽ അഴുതാ വരുത്. ആമാങ്കോ. പാട്ട് പാടുമ്പോ സംഗതി ഒന്നും വരുന്നില്ല. ഒരു പ്രശ്നമില്ല. ഈ ഗുളി ഒന്ന് കഴിച്ചിട്ട് ഒന്ന് പാടി നോക്കി, അടിപൊളിയായിരിക്കും. ഇതാ ചിരിച്ച് അടിച്ചു പൊളിച്ച് പാടത്തില്ലേ? അളുമാട്ടില്ലെങ്കിലേ അത് മാറ്റാങ്ക കഴിച്ചോ. ഓക്കെ ഓക്കെ ഓക്കെ. Hey hey, come on, come on everybody.
Rumba, hey, 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 hey. Come on. Samba, hey, 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 hey. Come on, everybody. Come on, join me. Hey. Hey, hey. Rumba, hey, 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 hey. നിർത്താൻ 10 മണി കഴിഞ്ഞാൽ എല്ലാ എണ്ണോ കിടക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? പോയി കിടക്ക്. ആഹാ, അത് ശരി. പൊക്കോ. രമ്പാ. മുടിഞ്ഞ കാലിനെ കൊണ്ട് തോച്ച് എന്നും കള്ളും കുടിച്ച് കയറി വന്നിട്ട് ഇടിയാ, അറിയാവോ? 20 വർഷമായി തുടങ്ങിയിട്ട്. 20 വർഷം ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത മനുഷ്യൻ. നല്ല തടിയും തന്നെ ഉള്ള ഒരുത്തരാ. എന്തെങ്കിലും പണിക്ക് പോകരുതോ? നടക്കുക വരുന്നു, നടക്കുക അങ്ങ്. എന്തോന്നാണ് നേരം വെളുക്കുന്നതിന് മുമ്പ് കിടന്ന് കിളിയില്ലാന്ന് കിടന്ന് ചീവിടുന്ന പടം ഒറ്റ ഇടിയാനിട്ട് തരും കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടോ മനുഷ്യ? എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടോ? എനിക്കിവിടെ ഉത്തരവാദിത്വം ഉണ്ടാകും. നീ പറയുന്ന എന്തെങ്കിലും ഞാൻ ചെയ്യാതിരിക്കുന്നുണ്ടോ? ഉണ്ട്. പിന്നെന്താടി ഉത്തരവാദിത്വം ഇല്ലെന്ന് പറയുന്നു? രാവിലെ ഞാൻ ഇടുന്ന 8 മണിയാകുമ്പോ കാപ്പ് കുടിക്കുന്നുണ്ടോ? ഉണ്ട്. പുറത്തു പോയിട്ട് കൃത്യം 1 മണി 2 മണിക്കുള്ളിൽ വന്ന് ആഹാരം കഴിക്കുന്നുണ്ടോ? ഉണ്ട്. വൈകിട്ട് 10-11 മണി ഒന്നല്ലെങ്കിൽ ഈ പരുവത്തില്ലെങ്കിൽ ഞാൻ വീട്ടിൽ വന്ന് കയറുന്നുണ്ടോ? വീട്ടിൽ വന്ന് കയറുന്നുണ്ട്. ഉണ്ട്. പിന്നെന്തോന്നാണ് ഉത്തരവാദിത്വം ഇല്ലെന്ന്? എങ്ങനെ ഉണ്ടാകുന്നെന്ന് അറിയുന്നുണ്ടോ? അരിയില്ല, പഞ്ചസാരയില്ല, മണ്ണെണ്ണയില്ല, തേയിലയില്ല, ഒരു വകയില്ല, അറിയാവോ? ഒന്നുമില്ലല്ല. പക്ഷെ ഇവിടെ ഞാനുണ്ടോ? എന്തോ ഉണ്ടോന്ന്? ഞാനിവിടെ ഉണ്ടാകും. നിങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് വല്ല കഥയുണ്ടോ? അതന്നെ കഥ. എന്തോ കഥ? ഞാനുള്ള തന്നെ കഥയാണ്. ഒരു കുടുംബജീവിതത്തില് ഇവിടെ എന്തുമാത്രം ബില്ലാ വന്ന് കിടക്കുന്നറിയാവോ? അറിയാവോ നിങ്ങൾക്ക്? കറണ്ടിന്റെ ബില്ല് വന്ന്, ഗ്യാസിന്റെ ബില്ല് വന്ന്, എന്തിന് വെള്ളത്തിന്റെ വരെ ബില്ല് വന്ന്. ഇതിലേതാ ആദ്യം അടയ്ക്കേണ്ടത്? ആദ്യം നിന്റെ വാടക. നിങ്ങളുടെ എത്ര കാലം തൊട്ട് ഞാൻ പറയുന്നത് ഈ ബൾബ് മാറ്റി ട്യൂബിടണമെന്ന് ഞാൻ പറഞ്ഞോ? അതിനാണ് ബൾബ് മാറ്റി ട്യൂബിട്ടാ പ്രകാശം വരും. പ്രകാശം. അത് ശരി. അപ്പൊ പ്രകാശന് വരുത്തണം. എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്താക്കണം. അവർക്ക് പ്രകാശനമായിട്ടിരുന്നു തൊള്ളാത്തുള്ള. എന്തുവാ മനുഷ്യായി പറയുന്നത്? പ്രകാശനം വേണം, പ്രകാശനം വേണമെന്ന് പറഞ്ഞാൽ ഏത് പ്രകാശനാ? ഏത് പ്രകാശനം? നിങ്ങൾക്ക് എന്താന്നാണ് രാവിലെ നടന്ന് ചെല്ലുന്നത്? ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, സീരിയസ് ആയിട്ട് എന്തെങ്കിലും കാര്യം പറയുമ്പോ വന്നിക്കളാക്കരുതെന്ന്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ചെയ്ത ഏറ്റില്ല. നമ്മൾ കൊടുക്കേണ്ട രീതി കൊടുത്തെങ്കിൽ. നിങ്ങളോട് ഞാൻ പല പ്രാവശ്യം പറയാം, ഈ കുടി നിർത്തിയാൽ ഈ കുടുംബം എന്ത് സന്തോഷിച്ചിരിക്കും? സന്തോഷിച്ചിരിക്കുമെന്ന്. അപ്പൊ സന്തോഷം ഉണ്ട് അതിനകത്ത്. അവനായിട്ട് ചിരിക്കണ്ടിരിക്കണം. നിനക്ക് സന്തോഷമായിട്ട് ചിരിക്കണം, പ്രകാശനെ വരുത്തണം. ഇതൊക്കെയാണ് അവിടെ കാര്യം. ഞാൻ ഇങ്ങോട്ട് വന്ന് കയറുന്നത് അവർക്കകത്ത് സുഖിച്ചില്ല. ഞാൻ പറഞ്ഞേക്കാം, ഇത് കണ്ടോ? ഈ കാണിക്കുന്ന പണി കണ്ടോ? എലിന്ന് പറഞ്ഞാ പുലിന്ന് കേൾക്കും, എന്നിട്ട് തൊലിന്ന് എഴുതും. കൈ ചൂണ്ടി എന്തോ ചെയ്യുന്നു? കൈ ചൂണ്ടി എന്തോ ചെയ്യുന്നു? വേണ്ട, വലിയ ആളാകുക എത്ര നാളെ തൊട്ട് സഹിക്കുകയെന്നറിയാവോ? ഞാനൊരു പെണ്ണല്ലേ, സഹിക്കുന്നതിനൊരു പരിധിയില്ലേ? 20 വർഷമായി തുടങ്ങിയിട്ട് ഈ കുടുംബജീവിതം, അറിയാവോ? ആണാന്നും പറഞ്ഞ് നടക്കുക, ഒരു ഉത്തരവാദിത്വം ഇല്ല. പെങ്ങന്മാരെ നിങ്ങൾക്കും അറിയാമല്ലോ, നിങ്ങളുടെ വീട്ടിലും ഭർത്താക്കന്മാരില്ലേ? ഇല്ലേ? എന്തെങ്കിലും പറയുമ്പോൾ ഇരുന്ന് കിണിച്ചാൽ പോരാ, ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാ, അറിയാവോ? കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? അങ്ങോട്ട് എണ്ണീറ്റ് പോയതാണ്ടേ അടുക്കള ചോറ് വിളമ്പി വെച്ചേക്കുന്നു, എടുത്ത് പോയി തിന്നുണ്ട് എവിടാന്ന് വെച്ചാൽ പോകാൻ നോക്ക്. കിടക്കുന്നു. ഏണ്ണോ അണ്ണാ അങ്ങോട്ട് എണ്ണീക്കണ്ണാ.
ഉണ്ണോ ചുമ്മാ പറ്റിക്കല്ലേ. പോയി എണ്ണിട്ട് പോയി ചോറുണ്ണു. ചെല്ല എളുപ്പമാട്ടെ. ഞാനോ എനിക്ക് അണ്ടി ആഫീസിൽ പോകേണ്ടതാ. എളുപ്പം എണ്ണിട്ട് പോയി വല്ലതും കഴിച്ചോണ്ട് പോ. ഞാൻ അണ്ണോ അണ്ണ അയ്യോ അണ്ണ 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 സരളേ സരളേ ആ വാ എന്റെ കരളേ എന്താ വാ നമുക്ക് ചരളി പോയി ഉരുളാം. അവിടുന്ന് ഒരുത്തൻ ബോധമില്ലാതെ കിടക്കുമ്പോഴാണോ ചരലി കിടന്ന് ഉരുളുന്നത്? അല്ലാത്ത സമയത്ത് നിന്നെ ഒന്നും കാണത്തില്ലല്ലോ. ഇതെന്നാ പറ്റി സരളേ? എടാ ഒന്നും രണ്ടും പറഞ്ഞ് ഞാനൊരു അടി വെച്ച് കൊടുത്ത് ബോധമില്ലെന്ന് നോക്കിക്കേ. ഇത് പുള്ളിയുടെ നമ്പർ ആയിരിക്കും. പുള്ളി ഡെയിലി വെള്ളം പിടിച്ച് ഞാൻ കാണുന്നില്ലേ. ഇപ്പൊ തരാം. ഒരു പൈൻറ്റും മേടിച്ചിട്ടാ വന്നിരിക്കുന്നേ. രാണോ തമാശയാണേ. രാണോ രാണോ അങ്ങോട്ട് എണ്ണിക്കാൻ രാണോ 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 എനിക്ക് വയ്യ. നീ കരഞ്ഞു ഒച്ച ഉണ്ടാക്കാതെ. ആള് തട്ടിപ്പോയി. നീ ആപ്പാടെ പ്രശ്നം ഉണ്ടാക്കണ. നീ പോയി ചാക്കി എടുത്തിട്ട് വാ. ആള് തട്ടിയോ? അയ്യോ എനിക്ക് വയ്യ. സരള നീ കരഞ്ഞ് കുളവാക്കരുത്. നീ പോയി ഒരു ചാക്ക് എടുത്തിട്ട് നമുക്കൊരു അഡ്ജഷൻ ഉണ്ടാക്കാം. എങ്ങനെ? ഇത് ശബത്തെ എവിടെ കൊണ്ട് കളയാവടി. ആണോ? നീ ചാക്ക് എടുത്തോണ്ട് വാ. ദൈവമേ കിടക്കുന്ന കടപ്പ് കണ്ടില്ലയോ? ശവം. അയ്യടാ അങ്ങനെ ഷൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. നീ ഇത്രയും പൗഡറൊക്കെ മതി കേട്ടോ. അയ്യോ ഇതിനെ ഈ കോലത്തിലാക്കി വെച്ചോ. ചന്ദ്രനിൽ പോകാൻ കിടക്കുമല്ലടി. ആ ശവം മരിക്കുമ്പോ കെട്ടുന്നയാ. ആള് മരിക്കുമ്പോ കെട്ടുന്നയാ. ഒക്കെ എടുത്ത് കയറ്റി ഞാൻ പിടിച്ചോ. കസേര അവിടെ പോയി അത് കൊണ്ടുപോകണ്ട. അത് ആവശ്യമുള്ള ഇത് ആവശ്യമില്ലാത്തത്. അടിച്ചതാക്കി. എവിടെങ്കിലും കൊണ്ട് കള. എവിടെ നിൽക്കേ? എവിടെ കൊണ്ട് കളയുന്നേ? എവിടെ കൊണ്ട് കളയും? എവിടെ കൊണ്ട് കളയുന്നേ? എവിടെ കൊണ്ട് കളയുന്നേ? എനിക്കറിയാമേ. നീ എവിടെ കൊണ്ട് കളയാനാ പ്ലാൻ? എവിടെ കൊണ്ട് കളയാനാ? എവിടെങ്കിലും കൊണ്ട് കളയ. എനിക്ക് വയ്യ. റെയിൽവേ ട്രാക്ക് കൊണ്ട് കളഞ്ഞാലോ? ആ കൊണ്ട് കളയുന്ന സന്ധ്യ ആയിട്ടെന്ന്. സന്ധ്യ ആകാനോ? സന്ധ്യ ആകുന്നേരം വരെ ഇതെങ്ങനെ ഇവിടെ വെച്ചോണ്ടിരിക്കാനാ? ഇത് ഭരണപ്പുറത്തകം കൊണ്ട് വെക്ക്. എനിക്ക് വയ്യ. പഴയ തുരുമ്പ് പാത്രങ്ങൾ എടുക്കാനുണ്ടോ? പഴയ ചെമ്പ് പാത്രങ്ങൾ എടുക്കാനുണ്ടോ? സരളേ പാത്രങ്ങൾ ഐഡിയ. നമുക്ക് ആക്രിക്കാരന് ഈ സാധനം കൊടുത്താലോ? ഓയ് ആക്രി വാ. പഴയ പാത്രങ്ങളൊക്കെ. പാത്രം മാത്രമല്ല വേറെ ടി വി ഒക്കെ എടുക്കുവോ? ടി വി ഒക്കെ എടുക്കുവോ? പഴയ ടി വി എല്ലാം എടുക്കും. പഴയ ടി വി മിക്സി എല്ലാം എടുക്കും. ടി വി മിക്സി ആയത് ഇത് എടുത്തോ. ഇത് എടുത്തോ. നല്ല ടി വി. എങ്ങനുണ്ട്? നല്ല ടി വിയാ. ചെറുതാ. ചെറിയ ടി വി. ഇങ്ങനെ ഗ്രെയിൻസ് ഒക്കെ വരുമോ? ആ ഇടക്കിടക്ക് ഗ്രെയിൻസ് ഒക്കെ വരും. നല്ല ക്ലാരിറ്റിയാ കേട്ടോ. നല്ല ക്ലാരിറ്റിയാ. നല്ല ക്ലാരിറ്റിയാ. അത് ശരി, ഞാൻ എടുത്തോളാം. പക്ഷേ കാണുന്ന കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാ. എന്താ? ട്യൂൺ ചെയ്തെടുത്താ വല്ലപ്പോഴും ഒന്ന് കാണാം. ആ അങ്ങനെ ഒരു ടി വിയാ. മിക്സി ഉണ്ട്. മിക്സി ഉണ്ട്. ആ 2 മിക്സി ഉണ്ട്. ഇന്നത്തെ കോളായി. നല്ല സ്പീഡാ മിക്സിക്ക്. നല്ല സ്പീഡാണ്. ഏത് കമ്പനിയുടെ? സുമിത്ത്. സുമിത്ത് കമ്പനി. കുഴപ്പമില്ല, നല്ല വില. ചെറിയ സ്പീഡ് കുറവൊക്കെയാ. സ്പീഡ് കുറവാണ്. അതെ അതെ കുഴപ്പമില്ല, ഞാൻ എടുത്തോളാം. എത്ര രൂപ? എത്ര രൂപ വേണം? എത്ര രൂപ തന്നാലും കുഴപ്പമില്ല. ഈ സാധനം ഇവിടുന്ന് മാറ്റി തന്നാ മതി. എന്നാലും എത്ര രൂപ? ഒരു രൂപ നമ്മളൊന്ന് പറഞ്ഞൊരു കാര്യം ഉറപ്പിക്കണമല്ലോ. എത്ര രൂപ തരും? ഒരു 300 രൂപ. രണ്ടും കൂടെ 300. 300 ഉറപ്പിച്ച്. ഇത് 300 200 അല്ലേ ഉള്ളൂ. പറഞ്ഞോളൂ. ഇത് 200 അല്ലേ ഉള്ളു. ബാക്കി 100 എന്തിയേ? അത് ഞാൻ പോകുന്ന വഴി വാങ്ങിക്കോളാം.
എന്തിനും ഏതിനും ഡ്യൂപ്ലിക്കേറ്റുകളുള്ള ഒരു കാലഘട്ടമാണ് നമ്മുടേത്. പക്ഷേ സ്വാതന്ത്ര്യ സമര സേനാനികളോടുള്ള ബഹുമാനം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെ ഇന്നും സ്വാതന്ത്ര്യ സമര സേനാനിയാണെന്നുള്ള വ്യാജ മേൽവിലാസത്തോടുകൂടി ജീവിക്കുന്ന ഒട്ടനേകം വ്യാജ സ്വാതന്ത്ര്യ സമര സേനാനികൾ നമ്മുടെ നാട്ടിലുണ്ട്. അത്തരത്തിലുള്ള ഒരു ദണ്ഡി ഗോപാലകൃഷ്ണപിള്ളയുടെ വീട്ടിലേക്ക് നമുക്കൊന്ന് കടന്നില്ല. ഹലോ രഘുപതി രാഘവ രാജാറാം. ഹലോ രഘുപതി രാഘവ രാജാറാം സാറേ. രഘുപതി രാഘവ രാജാറാം സാറോ? ഞാൻ രഘുപതി രാഘവ രാജാറാം സാർ അല്ല, ഗോപാലകൃഷ്ണ പിള്ളയാണ്. അല്ല സാറ് പിന്നെ ഫോണിൽ കൂടെ പറഞ്ഞ എന്താണ്? അത് ഞങ്ങൾ തികഞ്ഞ ഗാന്ധിയന്മാര് ഫോൺ എടുത്തു കഴിഞ്ഞാൽ ആദ്യം രഘുപതി രാഘവ രാജാറാം എന്നേ പറയാറുള്ളൂ. അപ്പൊ ഫോൺ ഡിസ്കണക്ട് ചെയ്യുമ്പോഴോ? പതീത പാവന സീതാറാം. കുട്ടി വിളിച്ച കാര്യം പറ. സാറിന്റെ പേരെന്തുവാന്നാ പറഞ്ഞേ? ഗോപാലകൃഷ്ണ പിള്ള, ദണ്ഡി ഗോപാലകൃഷ്ണ പിള്ള. തെണ്ടി ഗോപാലകൃഷ്ണ പിള്ള? ആരുടെ ദണ്ഡി ഗോപാലകൃഷ്ണ പിള്ള അല്ല, ദണ്ഡി ഗോപാലകൃഷ്ണ പിള്ള. പണ്ട് ദണ്ഡി യാത്രയ്ക്ക് പോയപ്പോ ഗാന്ധിജി എനിക്കിട്ട് തന്ന ടൈറ്റിലായത്. നീ വിളിച്ച കാര്യം പറയണേ. അതെ, എന്റെ പേര് രമണി. ആരുടെ മണി? ആരുടെ മണിയല്ല, രമണി. സാറിന് മോനില്ലേ? എനിക്കൊരു മോനല്ല, എനിക്ക് 2 ആൺമക്കളാ. ഒന്ന് ഉപ്പ് സത്യാഗ്രഹത്തിന് പോയപ്പോ ഉണ്ടായതും മറ്റേത് ഉപ്പ് സത്യാഗ്രഹം കഴിഞ്ഞു വന്നപ്പോ ഉണ്ടായതും. എന്നാ ഉപ്പ് സത്യാഗ്രഹം കഴിഞ്ഞു വന്നപ്പോ ഉണ്ടായതായിരിക്കും. കണ്ട ഉപ്പുമാങ്ങ ഭരണി പോലെ തന്നെ ഇരിക്കും. അപ്പ ഇളയവനാ കുമാരൻ ഗാന്ധി. കാര്യം പറ കൊച്ചേ. ആ വൃത്തികെട്ടവനുണ്ടല്ലോ, അവൻ എന്നോട് അനാവശ്യം പറഞ്ഞു. എന്നാ അനാവശ്യം? എന്റെ കൂടെ ഊട്ടിയിൽ വരുമോ, ഊട്ടിയിൽ വന്ന 2 കാഞ്ചീപുരം സാരി വാങ്ങിച്ചു തരാമെന്നൊക്കെ പറഞ്ഞു. തെണ്ടി. എന്റെ ലാലാല ജപത്രോയി, ഞാനല്ല ഈ കേൾക്കണേ. തികഞ്ഞ ഗാന്ധിയനായി വളർത്തിക്കൊണ്ടുവന്ന എന്റെ ഇളയ മകൻ ഒരു പെൺകുട്ടിയോട് അനാവശ്യം പറഞ്ഞെന്നോ? ഇത് ഞാൻ വിശ്വസിക്കല്ല മോളെ. കൊച്ചിന് ചിലപ്പോ ആള് മാറിപ്പോയായിരിക്കും, വേറെ വല്ല ഇറക്കണമൊക്കെ ആയിരിക്കും. എനിക്ക് ആള് മാറിയതൊന്നും അല്ല, നിങ്ങളുടെ മകൻ തന്നെയാ. ശരി ശരി, അങ്ങനെയാണെങ്കിലേ ഞാൻ അവനെ ഒന്ന് വിളിച്ച് ചോദിക്കാം കേട്ടോ. എന്നാ പേരെന്ന് പറഞ്ഞേ? രമണി. രമണി ഫോൺ വെച്ചോ കേട്ടോ. പതീത പാവന സീതാറാം. എടാ കുമാരൻ ഗാന്ധി. രഘുപതി രാഘവ രാജാറാം. അച്ഛാ. പതീത പാവന സീതാറാം. എന്താണ് അച്ഛാ ശബ്ദത്തിനൊരു കനപ്പ്? ഞാൻ നിന്നെ കുറിച്ച് മോശമായ ഒരു കംപ്ലൈന്റ് അറിഞ്ഞു. എന്താണ് എന്നെ കുറിച്ച് അച്ഛനറിഞ്ഞ കംപ്ലൈന്റ്? കംപ്ലൈന്റ്? നീ ഏതോ പെണ്ണിനെ ഊട്ടിയിലേക്ക് ക്ഷണിച്ചെന്നോ, സാരി വാങ്ങി കൊടുത്തെന്നോ? മോനെ, അച്ഛൻ ഈ അറിഞ്ഞതെല്ലാം സത്യമാണോടാ? അച്ഛനോട് ആരാണ് ഈ അസംബന്ധം വിളിച്ചു പറഞ്ഞത്? ഒരു പെൺകുട്ടിയാണ്, പേര് രമണി. ഇപ്പൊ സംഭവം മനസ്സിലായി. അപ്പൊ അച്ഛൻ അറിഞ്ഞ സംഭവം സത്യമാണല്ലേ? എന്റെ അച്ഛനെ പറ്റിക്കാൻ വേണ്ടി എന്റെ കൂട്ടുകാരെ ഫോണിൽ വിളിച്ച് പറ്റിച്ചതല്ലേ? കൂട്ടുകാരനാണോടാ രമണി എന്ന് പേര്? രമണിയല്ല, രമണൻ. അവനാണ് എന്റെ കൂട്ടുകാരൻ. അവന്റെ സ്ഥിരം പരിപാടി ഇതാണ് അച്ഛാ. മോനെ, എന്തോ? അച്ഛനെ കുറിച്ച് മോൻ അറിയാവല്ലോ. ഒരു തികഞ്ഞ ഗാന്ധിയനാണ് നിന്റെ അച്ഛൻ. എന്നെ പോലെ തന്നെ എന്റെ മോനും ഒരു ഗാന്ധിയനായി വളരണം. അല്ലാതെ നീ അലവലാതിയായി പോകരുത്. ഇല്ല അച്ഛാ. അതൊക്കെ പോട്ടെ. പോട്ടെ. എല്ലാ സ്വാതന്ത്ര്യ സമര സേനാനികളെയും കുറിച്ചുള്ള ബുക്കുകളൊക്കെ മോൻ വായിക്കാറുണ്ടോ? പിന്നെ എല്ലാ സ്വാതന്ത്ര്യ സമര സുനാമികളെ കുറിച്ചുള്ള സേനാനികളെ കുറിച്ചുള്ള എല്ലാം ഞാൻ വായിച്ചു പഠിച്ചിട്ടുണ്ട് അച്ഛാ. ഇത്രയേറെ ബുക്കുകളൊക്കെ വായിച്ച സ്ഥിതിക്ക് സ്വാതന്ത്ര്യ സമര സേനാനികളെ കുറിച്ച് കുറച്ച് ചോദ്യം കുമാരനോട് ഞാൻ ചോദിക്കാം. അച്ഛൻ ചോദിക്കച്ചാ. ഗാന്ധിജിയെ മോൻ ഇത്ര ഇഷ്ടപ്പെടാൻ ഗാന്ധിജിയുടെ ഏത് സ്വഭാവമാണ് മോനെ ആകർഷിച്ചത്? ഗാന്ധിജി 14-ാം വയസ്സിൽ പെണ്ണ് കെട്ടി 15-ാം വയസ്സിൽ കൊച്ചണ്ടായി. അതാണ് എന്നെ കൂടുതൽ ആകർഷിച്ചത്. എടാ ദാദാബായി നവറോജി. അതാരാണ് ചാ നരഭോജി? നരഭോജിയോ? പമ്പര വിട്ടി. ഓയ്. തികഞ്ഞ ഗാന്ധിയനായ എന്റെ മക്കളാണെന്ന് പറഞ്ഞു നടക്കാൻ നിനക്ക് കാണാമില്ലേ? ഇല്ല. എല്ലാ സ്വാതന്ത്ര്യ സമര സേനാനികളായ എന്റെ ഫ്രണ്ട്സിനെ ഒന്നും തിരിച്ചറിയാത്ത നീ എന്റെ മകനല്ല. അയ്യോ. അതുകൊണ്ട് എന്റെ സ്വത്തുവകകളായ ഏലപ്പാറയിലെ മഹാത്മാ എസ്റ്റേറ്റും കുമ്പളങ്ങിലെ കിറ്റിന്റെ തെങ്ങിൻതോപ്പും സുഭാഷ് ചന്ദ്രബോസ് ബീഡി കമ്പനി ഞാൻ നിനക്ക് തരികയില്ല. അതെന്റെ മൂത്തവൻ ജയൻ ഗാന്ധിക്ക് എഴുതി വെക്കൂ. അങ്ങനെയാണെങ്കിൽ അച്ഛൻ ഗാന്ധിജി മരിച്ച പോലെ തന്നെ മരിക്കും. എന്നടാ നീ ചോദിച്ചേ? അച്ഛൻ അമ്പലത്തിൽ പോകുമ്പോ ഞാൻ വേണ്ടി വെച്ചു. എന്റെ ഭാരതമാതാ, എന്റെ ഈ കുമാരൻ ഗാന്ധി എന്താ ഇങ്ങനെ പിഴയും തല്ലിപ്പോയത്? കുമാരൻ ഗാന്ധി സേട്ടാ.
എന്റെ പൊന്നു കാമാക്ഷി, നീ എന്താണ് ഇവിടെ? ആ, ഞാൻ എവിടെയൊക്കെ ചേട്ടനെ തിരക്കി. നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? നീ പോ പോ പോ. അതെ ചേട്ടാ, ചേട്ടനെ കണ്ട അത്യാവശ്യം ഒരു കാര്യം പറയാൻ വന്നതാ. എന്ത് അത്യാവശ്യ കാര്യമാണെങ്കിലും നീ ഇപ്പൊ പോ. അകത്ത് അച്ഛനുണ്ട്. അച്ഛൻ പറഞ്ഞാ പ്രശ്നമൊക്കെ പൊയ്ക്കോ പൊയ്ക്കോ പൊയ്ക്കോ. അങ്ങനെ ഞാൻ പോകൂല ചേട്ടാ, വന്ന കാര്യം പറഞ്ഞിട്ടേ പോകൂ. എടീ എന്താണെന്ന് വെച്ചാ പറഞ്ഞു തോലക്ക്. ചേട്ടാ, ഇന്നലെ രാത്രി ചേട്ടൻ എന്റെ വീട്ടിൽ വന്നില്ലേ? അയ്യോ, ചേട്ടന് ഞാൻ എന്റെ മനസ്സും ശരീരവും തന്നില്ലേ? ഓ, തന്ന കാര്യമൊന്നും വിളിച്ചു പറയല്ലേ കാമാക്ഷി. അച്ഛനകത്തുണ്ട്. അച്ഛൻ ഞങ്ങളെ തികഞ്ഞ ഗാന്ധിയന്മാരായിട്ടാണ് വളർത്തുന്നത്. പറഞ്ഞു നാറ്റിക്കരുത്. നീ പോ. ചേട്ടാ, ഓ, ഇന്നലെ രാത്രി ചേട്ടൻ എന്റെ മനസ്സും ശരീരവും കവർന്നില്ലേ? കവർന്നതിന് ഞാൻ എന്തെങ്കിലും കവറി വെച്ച് തരാം. നീ പോ. ചേട്ടാ, കാശ് ചോദിക്കാനൊന്നും അല്ല ചേട്ടാ ഞാനിപ്പോ വന്നത്. പിന്നെ ചേട്ടനോട് ഒരു കാര്യം പറയാൻ മറന്നു. എന്ത് കാര്യം? ചേട്ടാ, ഞാൻ കുടക് വംശത്തിൽ പിറന്ന പെണ്ണാ. ആണോ? ഞങ്ങളുടെ വംശത്തിൽ ഒരു പെണ്ണ് ഒരു പുരുഷന് ശരീരവും മനസ്സും നൽകിയ പിന്നെ ആ പെണ്ണിനെ ആ പുരുഷൻ കാണുമ്പോ ഒരു കുടക് മന്ത്രം ചൊല്ലണം. കടുക് മന്ത്രം? കുടക് മന്ത്രം. അപ്പൊ തിരിച്ചൊരു മന്ത്രം ആ പെണ്ണ് ചൊല്ലും. അപ്പോ ചെയ്യുന്ന പാപത്തിന് മോക്ഷം കിട്ടുമെന്നാ ഞങ്ങളുടെ കുടക് വംശത്തിന്റെ വിശ്വാസം. അതെ, നിന്ന് നേരം കളയേണ്ട, വേഗം തന്നെ ആ മന്ത്രം പറഞ്ഞിട്ട് വീട്ടിൽ പോ. ചേട്ടാ, പുരുഷൻ ചൊല്ലണം ബസ്കിലക്കടി ഗുമ്മാ ഗുമ്മാ. ബസ്സിലപ്പടി ഉമ്മ ഉമ്മയ? അയ്യോ ചേട്ടാ, ബസ്സിൽ അപ്പടി ഉമ്മ ഉമ്മ എന്നല്ല, ബസ്കിലക്കടി ഗുമ്മാ ഗുമ്മാ. കാമാക്ഷി, എന്നതാണ് ഇതിന്റെ അർത്ഥം? എന്ന് വെച്ചാ തന്ന സേവനത്തിന് നന്ദി. കൊള്ളാം കൊള്ളാം. അപ്പൊ പെണ്ണെന്താ തിരിച്ചു പറയണ്ടെന്നറിയോ? ഒന്ന് പോടാ പന്നിയെന്നാണോ? അല്ല, ഗംഭീര ഗുസ്തി സുമ്മാ സുമ്മാ. എന്ന് വെച്ചാ എന്താണ്? മച്ചാൻ ഇനിയും സ്വാഗതം സ്വാഗതം. കൊള്ളാം കൊള്ളാം. അപ്പൊ ഇനി നേരെ കളയണ്ട, നമുക്ക് മന്ത്രം ചൊല്ലാം. അപ്പൊ നമ്മൾ കണ്ടു. ബെസ്കിലക്കിടി ഗുമ്മാ ഗുമ്മാ. ഗംഭീര ഗുസ്തി സുമ്മാ സുമ്മാ. ബെസ്കിലക്കിടി ഗുമ്മാ ഗുമ്മാ. ഗംഭീര ഗുസ്തി സുമ്മാ സുമ്മാ. ബെസ്കിലക്കിടി ഗുമ്മാ ഗുമ്മാ. ഗംഭീര ഗുസ്തി സുമ്മാ സുമ്മാ. ബെസ്കിലക്കിടി ഗുമ്മാ ഗുമ്മാ. രഘുപതി രാഘവ രാജാറാം പതീത പാവന സീതാറാം. അയ്യോ കാമാക്ഷി, ദേ ചേട്ടൻ ജയകാന്തി വരുന്നു. വേഗം വിട്ടോ, വേഗം വിട്ടോ. അയ്യോ, ഞാൻ എത്തി. 10 ബ്രിട്ടീഷുകാരെ കിട്ടിയിരുന്നെങ്കിൽ പപ്പടം പൊടിക്കുന്ന പോലെ പൊടിക്കാമായിരുന്നു. തേടിയ പെണ്ണ് കാലിച്ചിട്ടില്ലോ. എന്താടി നിന്റെ പേര്? കാമാക്ഷി. കാമാക്ഷി, അത് കൊള്ളില്ല. ഞാൻ നിന്നെ സീമകാന്തി എന്നോ ശീലകാന്തി എന്നോ മാത്രമേ വിളിക്കൂ. എന്റെ സീമകാന്തി. എന്റെ ജയൻകാന്തി ചേട്ടാ. ആഹാ, എന്ത് അത്ഭുതം. എന്റെ ഒറ്റ ഡയലോഗിൽ തന്നെ ഇവൾ വീണല്ലോ. എന്റെ സീമകാന്തി, എനിക്ക് നിന്നെ ഒന്ന് കെട്ടിപ്പുണരണം. കെട്ടിപ്പുണരാം, പക്ഷേ അതിനു മുമ്പ് ഒരു കുടക മന്ത്രം ചേട്ടൻ പഠിക്കണം. നിന്നെ കെട്ടിപ്പുണരാൻ ഏത് വിടക്ക് മന്ത്രം വേണമെങ്കിലും ഞാൻ പഠിക്കാം. പറയടേ, ഏതാണ് മന്ത്രം? ഞങ്ങളുടെ വിശ്വാസത്തിൽ ഒരു സ്ത്രീ പുരുഷന് അവളുടെ സർവവും സമർപ്പിച്ച പിന്നെ അവര് തമ്മിൽ കാണുമ്പോ ചൊല്ലേണ്ട ഒരു മന്ത്രമുണ്ട്. വേഗം പറയന്റെ മോളെ. ചേട്ടൻ പറയണം ബസ്കിലക്കിടി ഗുമ്മാ ഗുമ്മാ. അപ്പൊ ഞാൻ പറയും ഗംഭീര ഗുസ്തി സുമ്മാ സുമ്മാ. ഇത്രയുള്ളൂ, വെരി സിമ്പിൾ. ഞാൻ ആ മന്ത്രം എന്നേ പഠിച്ചു കഴിഞ്ഞു. ഡെസ്കിലടിക്കടി ഗുമ്മാ ഗുമ്മാ. ചേട്ടാ, ഡെസ്കിലടിക്കടി അല്ല, പിന്നെ ബസ്കിലക്കിടി. സോറി കുട്ടി, എനിക്കൊരു അക്കടി പറ്റിയതാണ്. ശരി ശരി, ബെസ്കിലക്കടി ഗുമ്മാ ഗുമ്മാ. വരൂ ചേട്ടാ, നമുക്ക് സർവസ്വം പങ്കുവെക്കാം. അതിശരി, കൊള്ളാലടി കാമാക്ഷി. നിനക്ക് ഇത് തന്നെ പരിപാടി. നീ എന്നെ മയക്കെടുത്ത് ഇപ്പൊ എന്റെ ചേട്ടനെ മയക്കുന്നോ? നിന്റെ ഒരു ഒടുക്കാത്ത ഒരു ബെസ്കിലക്കടി. ഇറങ്ങി പോടി വീട്ടിൽ നിന്ന്. ഓഹോ, ഇവൾ നീയുമായിട്ടും ബെസ്കിലക്കടി നടത്തിയല്ലേ? എന്നിട്ടാണോടി എന്റെ അടുത്തേക്ക് വന്നത്? ഒരു ഗ്രൂപ്പ് ബെസ്കിലക്കടിക്ക് എനിക്കൊട്ടും താല്പര്യമില്ല. ഇറങ്ങിപ്പോടി. അതെ, അങ്ങനെ ഇറങ്ങി പോകാനൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, കാമാക്ഷി നിന്നെയൊക്കെ നാറ്റിച്ചിട്ട് ഈ വീട് വിട്ടു പോവൂ. പ്ലീസ്, നാറ്റിക്കരുതേ. ഒരു പെണ്ണ് വിചാരിച്ചാലുണ്ടല്ലോ, നിന്റെയൊക്കെ ഒരു കപട ഗാന്ധി പരിപാടി. എന്റെ പൊന്ന് കാമാക്ഷി, അച്ഛൻ കേക്കും. ദയവ് ചെയ്ത് നീ വീട്ടിൽ നിന്ന് പോ. നിനക്ക് എന്താണെന്ന് വെച്ചാൽ ഞാൻ വീട്ടിൽ കൊണ്ടുതരാം. ഇതാരാ ഉമ്മറത്ത് കിടന്ന് വേളം വെക്കണേ? അയ്യോ അച്ഛൻ, ഓടിക്കോ. അത് ശരി, തികഞ്ഞ ഗാന്ധിയനായ എന്റെ വീട്ടിലൊരു പെണ്ണോ? ആരാടി നീ? കൈമാറ്റടി. എന്റെ അമ്മോ, ഗോപാലകൃഷ്ണൻ സാറോ? കാമാക്ഷി, ബസ്കിലക്കിടി ഗുമ്മാ ഗുമ്മാ. അച്ഛോ, ഗംഭീര ഗുസ്തി സുമ്മാ സുമ്മാ.